പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ്. മെയ് 6-ാം തീയതി ഒരുപക്ഷെ പിണറായി വിജയൻ അറസ്റ്റിലാവാനും പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കാണിച്ച അഴിമതി, പിണറായി വിജയൻ കാണിച്ച തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ കാര്യത്തിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കുറ്റങ്ങളാണ് പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ചെയ്തത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ആദ്യം തന്നെ നിങ്ങളൊരു വീഡിയോ കാണണം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേടും പിണറായി വിജയൻ കാണിക്കുന്ന ദുർബലമായ ഭരണത്തെ കുറിച്ചിട്ട് ഇത്തിരി പോലും പറയാത്ത ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ പിണറായി വിജയൻ വൃത്തികേട് കാണിച്ചാലും അത് നല്ലതെന്ന് പറയുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ സന്ദീപ് വാര്യർ റിപ്പോർട്ടർ ചാനലിന്റെ അണ്ണാക്കിൽ കൊടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കാണണം. ഓക്കെ, നിങ്ങളുടെ ചാനൽ വാഗ്ദാനം ചെയ്ത ഭൂമിയുടെ വീടൊക്കെ അവിടെ പോയി. അവിടെ വീട് ചാനൽ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, വലിയ കുട്ടി കുഴിച്ചുകൊണ്ട് അവിടെ ഹൗസിംഗ് കോംപ്ലക്സ്. അതെവിടെ അതൊന്ന് കാണിച്ചു തരാമോ? വയനാട്ടില് എന്തായി? കല്ലിട്ടോ? ഭൂമി വാങ്ങിയോ? അല്ല, ഞാൻ പറഞ്ഞോളട്ടെ. ഒരു പ്രോജക്റ്റിലേക്ക് നിങ്ങളുടെ ചാനൽ കഴിഞ്ഞ ഒരു വർഷമായി ചെയ്ത വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അല്ല, ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. വയനാട്ടിൽ വീട് കൊണ്ടുവരുന്നു വന്നോ? മെസ്സി വരുമെന്ന് പറഞ്ഞു, വന്നോ? അല്ല പറഞ്ഞോട്ടെ, ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? വയനാട്ടിൽ വീട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നോ? ഇതെല്ലാം ഞങ്ങളെ കൂടെ പറയിപ്പിക്കരുത്. മാധു, എന്റെ വാദം പൂർത്തിയാക്കട്ടെ. റിപ്പോർട്ടർ ചാനലിന്റെ ഹൗസിംഗ് കോളനി എവിടെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായി, പ്രയാസം ഉണ്ടായി, അത്രേ ഉള്ളൂ. മെസ്സി എവിടെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. നിങ്ങൾ മാധു, എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരു കാര്യമില്ല. അല്ല, ഞാൻ മറുപടി പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ട് നിങ്ങൾ ചാനലിനെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കോൺഗ്രസിന്റെ കാര്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യണം. സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന സമയം എന്താ? അവിടെ സർക്കാർ പണിത് കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താ? മുഖ്യമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം നടത്തി, മഹാമഹം നടത്തി. ഇതാ ഞങ്ങൾ അവിടെ ഒരാൾക്ക് കയറി താമസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ? അപ്പൊ സർക്കാർ ഈ സംസ്ഥാനത്തെ മുഴുവൻ ഖജനാവും കൈകാര്യം ചെയ്യുന്ന സർക്കാരിന് പോലും ഈ നിമിഷം വരെ ഒരാളെ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ചോർച്ചയുടെ ആരോപണം വന്നു, ആക്ഷേപം വന്നു. ലീഗിനെ പറ്റിയ ലീഗിനെ അഭിനന്ദിക്കണം. അപ്പൊ സർക്കാരിനെ കുറ്റം പറയുന്നില്ല, സർക്കാരിനേക്കാൾ ലീഗ് അവിടെ ചെയ്തു. UDF-ന്റെ ഘടകകക്ഷിയാണ് ഞങ്ങൾ. പിന്നെ എന്തിനാ ലീഗിനെ കുറ്റം പറയുന്നത്? ലീഗ് ചെയ്ത് കാണിച്ചില്ലേ? സർക്കാരിനെ പറ്റിയില്ല. ഓക്കെ, മാധുവിനോടൊരു കാര്യം പറയുകയാണ്. നാണമുണ്ടോ മാധു? അതായത് 10 വർഷം ഭരിച്ച പിണറായി വിജയന് ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് അയാൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? അയാൾക്ക് വേറെ പെയിന്റിന്റെ പണിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ണിന്റെ പണിക്കോ അയാൾക്ക് പോയിക്കൂടെ? നാണമുണ്ടോ അയാൾക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ? ലീഗ് 50 വീട് വെച്ച് കൊടുത്തു. ഇവിടെ മാധു സന്ദീപ് വാര്യരോട് പറയുകയാണ് കോൺഗ്രസ് എന്തുകൊണ്ട് വീട് വെച്ചിട്ടില്ല. മാധുവിനോടൊരു കാര്യം പറയുകയാണ്. കോൺഗ്രസ് 6 കോടി ചില്ലാനം രൂപ പിരിച്ചിട്ട് 3.5 കോടി രൂപയുടെ സ്ഥലം മേടിച്ചു. ഇനിയിപ്പോ അതായത് വീടിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ്. നേരെ മറിച്ചിട്ട് CPM-ന്റെ അവസ്ഥ അതാണോ? CPM-ന്റെ കയ്യിൽ ഖജനാവുണ്ട്, സർക്കാരാണ്. ആ സർക്കാരിന് പോലും ഒരു വീട് പോലും വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല മാധു. പിന്നെ എന്തിനാണ് നീയൊക്കെ വെളുപ്പിക്കാൻ വരുന്നത്? റിപ്പോർട്ടർ ചാനൽ CPM-ന്റെ ചാനലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇത്തിരിയെങ്കിലും ബോധത്തോട് സംസാരിക്കണ്ടേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരിയെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ടോ? പിണറായി വിജയൻ അറസ്റ്റിലാവാൻ പോകുന്ന ആദ്യ കേസാണ് ശബരിമലയിലെ സ്വർണം കട്ടത്. അയ്യപ്പന്റെ സ്വർണം നിങ്ങൾ നോക്കൂ. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ഇപ്പൊ പള്ളിയിലായാലും ക്രിസ്ത്യൻ ചർച്ചിലായാലും വലിയ വലിയ അമ്പലങ്ങളിലായാലും അവിടെ നിന്നൊക്കെ സ്വർണം മോഷ്ടിക്കാൻ എങ്ങനെ പേടിയാവുന്നില്ലേ? എങ്ങനെ ധൈര്യം വന്നു? എത്ര പേരാണ് അയ്യപ്പനെ ആരാധിക്കുന്നത്? ആ അയ്യപ്പൻ പൊറുക്കുമോ? പിണറായി വിജയ, നിങ്ങൾ തോറ്റു പണ്ടാരമടങ്ങാനുള്ള ഒന്നാമത്തെ കാരണം അയ്യപ്പന്റെ സ്വർണം കെട്ടതാണ്. ആ അയ്യപ്പന്റെ സ്വർണം കെട്ട ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ഇവറ്റകൾ വെളുപ്പിച്ചിട്ടില്ലേ? നോക്കൂ നിങ്ങൾ, പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോട്ടിയും ഒരുമിച്ച് നിന്ന ഫോട്ടോ ഞാൻ നിങ്ങളും കണ്ടതാണ്. ഇവറ്റകൾ എന്ത് പറഞ്ഞു? ഏതോ 2002 ഉണ്ണികൃഷ്ണൻ പോട്ടിയും സോനിയാഗാന്ധിയും ഒരുമിച്ച് നിന്ന ഫോട്ടോ ഇങ്ങനെ കൊണ്ടുവന്ന് പറയുകയാണ്, ഇതാ ഉണ്ണികൃഷ്ണൻ പോട്ടിക്കും സോനിയാഗാന്ധിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. ഓർക്കൂ നിങ്ങൾ, സോനിയാഗാന്ധിക്കൊപ്പം എടുത്ത ഫോട്ടോ 2002 2001 എടുത്ത ഫോട്ടോയാണ്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി? ഉണ്ണികൃഷ്ണൻ പോട്ടി എന്ന് പറയുമ്പോൾ വലിയ ബിസിനസ്മാൻ ആണ്.
ലോകം കണ്ട വലിയൊരു ബിസിനസ്മാനാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോട്ടി യൂസുഫ് അലിയുമായിട്ട് ഫോട്ടോയുണ്ട്, അല്ലാതെ വലിയ വലിയ നരേന്ദ്രമോദിക്കുമായിട്ട് ഫോട്ടോയുണ്ട്, എല്ലാവരുടെ അടുത്തും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോട്ടിയായിട്ട് ഫോട്ടോയുണ്ട്. നേരെ മറിച്ചിട്ട് പിണറായി വിജയന്റെ ഫോട്ടോ ഇന്നലകളിലെടുത്ത ഫോട്ടോയാണ്. അതും അമ്പലത്തിന്റെ നേരെ ഈ സ്വർണം കട്ട, അയ്യപ്പന്റെ സ്വർണം കട്ട അതേ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയും ഈ പറയുന്ന പിണറായി വിജയൻ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തത്. അയ്യപ്പൻ പൊറുക്കുമോ? എന്തുകൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അതായത് ഈ പറഞ്ഞ പ്രതികളെ നിങ്ങൾ പിടിക്കാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലും പിണറായി വിജയൻ പ്രതിയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെ ഇത്ര വലിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഇത്ര വലിയൊരു അയ്യപ്പന്റെ സ്വർണം കക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ? അതായത് സ്വർണം കട്ടിട്ട് സ്വർണത്തിന്റെ പോലുള്ള ചെമ്പ് വെക്കാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ? അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ മെയ് 6-ാം തീയതിക്ക് ചോദ്യം ചെയ്താൽ ഇതിനുള്ള ഉത്തരം കിട്ടും. അടുത്തതായിട്ട് പിണറായി വിജയൻ കുടുങ്ങാൻ പോകുന്നതാണ് കൊറോണ നിപ വൈറസ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്താണ് നിപ വൈറസും കൊറോണ എന്ന് പറയുന്ന വലിയ രോഗം വന്നത്. അതിൽ നിന്ന് പൈസ മുക്കാൻ എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങൾക്ക് മനുഷ്യനാണോ മിസ്റ്റർ പിണറായി വിജയൻ? സത്യം പറഞ്ഞാൽ ഓരോ മലയാളികളും കരയുന്ന, എങ്ങനെയെങ്കിലും ദൈവമേ ഇവരിൽ വൈറസ് എങ്ങനെയെങ്കിലും ഇല്ലാതാവണമേ ദൈവമേ, ഞങ്ങൾക്കൊക്കെ നീതി കിട്ടണേ ദൈവമേ എന്ന് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പിണറായി വിജയൻ അവിടെ നിന്ന് പൈസ മുക്കുകയാണ്. അപ്പോൾ പിണറായി വിജയനെ മെയ് 6-ാം തീയതിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഈ കാര്യത്തെക്കുറിച്ചിട്ടും ചോദ്യം ചെയ്താൽ പിണറായി വിജയൻ ഉറപ്പായിട്ടും അറസ്റ്റിലാവാൻ പോകും. അതിനുശേഷം പൊന്നു പിണറായി വിജയ, വയനാടിലെ ഞങ്ങളൊക്കെ അയച്ചു തന്ന പൈസ എന്തായി മിസ്റ്റർ പിണറായി വിജയൻ? അതിൽ നിന്ന് മുക്കാൻ എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ പിണറായി വിജയൻ? നിങ്ങൾ CPM-കാർ നിങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ നിലവാരമാണ്. പക്ഷേ ഞങ്ങൾ അയച്ചു തന്ന പൈസ നിങ്ങൾ എന്ത് ചെയ്തു മിസ്റ്റർ പിണറായി വിജയൻ? നാണമുണ്ടോ മിസ്റ്റർ പിണറായി വിജയൻ? പിണറായി വിജയനോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയ, ഞാനും നിങ്ങളും നമ്മൾ രാത്രി സമയത്ത് എങ്ങനെയാണോ കിടന്നുറങ്ങിയത്, നാളെ കല്യാണത്തിന് പോകാനുണ്ട്, നാളെ സിനിമക്ക് പോകാനുണ്ട്, നാളെ എൻ്റെ കുട്ടികൾ ക്ലാസ്സിലേക്ക് പോവും, നാളെ എഴുന്നേറ്റ് ഞാൻ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവുമെന്ന് നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവരാണ് വയനാടിലെ പാവപ്പെട്ട സഹോദരങ്ങൾ. അവർ വിചാരിച്ചിട്ടില്ല ഈ ഒരു സുപ്രഭാതത്തിൽ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ മണ്ണിലടിയിൽ കുടുങ്ങുമെന്ന് ആ പാവങ്ങൾ വിചാരിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ അവരൊക്കെ കിടന്നുറങ്ങിയ സമയത്തല്ലേ മിസ്റ്റർ പിണറായി വിജയൻ അവിടെ വലിയൊരു ദുരന്തം സംഭവിക്കുന്നത്. ഓരോരുത്തരും മരിച്ചു വീണതും, ജീവിച്ചിരിക്കുന്നവർക്ക് 1-2 പേർ ജീവിച്ചിരിക്കുന്നവർക്ക് കൈയില്ല കാലില്ല. ആ ദുരന്തത്തിൽ ഏർപ്പെട്ട ആ പാവങ്ങളുടെ പൈസ മുക്കാൻ എങ്ങനെ ധൈര്യം വന്നു മിസ്റ്റർ പിണറായി വിജയൻ? ദൈവം ചോദിക്കൂലേ? സത്യസന്ധമായിട്ട് പറയാം, ദൈവം ചോദിക്കൂലേ? അപ്പോൾ പിണറായി വിജയനെ വയനാടിൽ നിങ്ങൾ എന്ത് ചെയ്തു പിണറായി വിജയ എന്ന് പറഞ്ഞിട്ട് ആ പൈസ എങ്ങനെ ചെലവാക്കി എന്ന് പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പൊന്നുമനുഷ്യന്മാരെ, അടുത്തത് പ്രളയം വന്നപ്പോൾ 2018 പടം കണ്ട എല്ലാവർക്കും അറിയാം പ്രളയ സമയത്ത് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന്. ആ പ്രളയം വന്നപ്പോൾ എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ പിണറായി വിജയൻ? പ്രളയത്തിൽ നിന്ന് എത്രയോ ജനങ്ങളുടെ വീട് പോയി. വീട് ഞങ്ങൾ വെച്ച് കൊടുക്കാമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു, ഒരൊറ്റ വീട് പോലും നിങ്ങൾ വെച്ച് കൊടുത്തിട്ടില്ല. ഓരോ പാവങ്ങളും, ഞങ്ങളൊക്കെ കാസർഗോഡ് ജില്ലക്കാരാണ് അതിൽ രക്ഷപ്പെട്ടത്. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സും അരിയും സാധനങ്ങളൊക്കെ ജയസൂര്യയുടെ നേതൃത്വത്തിലും ഞങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തു. പക്ഷേ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെന്ത് ചെയ്തു? അവിടെ നിന്നും നിങ്ങൾ മുക്കിയിട്ടില്ലേ? നിങ്ങളെ അയ്യപ്പൻ പൊറുക്കുമോ? അള്ളാഹു പൊറുക്കുമോ? യേശു പൊറുക്കുമോ നിങ്ങളോട്? നിങ്ങൾ തന്നെ പറയണം മിസ്റ്റർ പിണറായി വിജയൻ. ഇതാണ് CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നം മിസ്റ്റർ. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം. പിണറായി വിജയനെന്നല്ല ആര് കുറ്റം ചെയ്താലും അവരെ ശിക്ഷിക്കണമെന്ന് ഞാൻ VD സതീശനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം VD സതീശനാണ് അടുത്തതായിട്ട് കേരളം ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് VD സതീശനോട് ഇങ്ങനെ പറഞ്ഞത്. CPM-ന്റെ വലിയൊരു പ്രശ്നം ഞാൻ പറയാം, അവറ്റകൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് എന്തും ചെയ്യും. ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അയ്യപ്പൻ്റെ സ്വർണം കക്കും, എന്തും ചെയ്യും. അവറ്റകൾക്ക് നിരീക്ഷരവാദികളല്ലേ. അപ്പോൾ ഞാൻ നിർത്താൻ പോവുകയാണ്. പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേടും പിണറായി വിജയൻ കാണിക്കുന്ന തെമ്മാടിത്തരം ഇനിയും വിളിച്ച് പറയുക തന്നെ ചെയ്യും. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.